ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രെഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. ചില്ലി ചീസ് ടോസ്റ്റ്. ഒരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമുള്ളൂ. അതിനു മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 4 ബ്രെഡിൻ്റെ സ്ലൈസാണ് എടുത്തത്. അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് അത് ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മൊസറല്ല ചീസ്. അപ്പോൾ ആദ്യം പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും കൂടി ബട്ടറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിത് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തത്, അതുകൊണ്ടാണ് സോൾട്ട് ഇട്ട് കൊടുത്തത്. സോൾട്ടഡ് ബട്ടറാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ബട്ടർ നമ്മൾ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 4 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തത്, അത് 4ലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ ബ്രെഡിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും, ഉണക്കമുളക് പൊടിച്ചതാണിത്. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ചീസ് മെൽറ്റ് ആവുന്നത് വരെയാണ് ഇത് വേവിക്കേണ്ടത്, ടോസ്റ്റ് ചെയ്യേണ്ടത്. മൂടി വെച്ചിട്ട് വേണം ടോസ്റ്റ് ചെയ്യാൻ. പിന്നെ ലോ ഫ്ലെയിമിൽ ആയിരിക്കണം. അതുപോലെ ഓവനിലാണെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് ടോസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ്, ക്രിസ്പിയുമാണ്. അതുപോലെ ചീസിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒന്ന് സെർവ് ചെയ്യാം. ചൂടോട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ചീസൊക്കെ ഉള്ളതുകൊണ്ട് അത് ചൂടോട് കൂടിയാവുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.